വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ 2 പേർ കൂടി റിമാൻഡിൽ. ഇതോടെ സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 6 ആയി. കഴിഞ്ഞ ദിവസം 1ഉം 2ഉം പ്രതികളായ വിമൽ രാജ്, സനൽകുമാർ എന്നിവരാണ് റിമാൻഡിലായത്. കേസിലെ മറ്റൊരു പ്രതി ഷിബിൻ പോലീസ് കസ്റ്റഡിയിലുള്ളതായി സൂചനയുണ്ട്. പുത്തൂർ ഐവർകാല സ്വദേശി ഹരികൃഷ്ണനാണ് കൂട്ടമർദ്ദനത്തിനിരയായി മരിച്ചത്. ഉത്സവപ്പറമ്പിൽ വിദ്യാർത്ഥിയെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിലാണ് 2 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 7 ആയി. കഴിഞ്ഞ ദിവസമാണ് 2 പേരെ അറസ്റ്റ് ചെയ്തത്. ഇവരെ റിമാൻഡ് ചെയ്തു. ശക്തികുളങ്ങര കന്നിമേൽശ്ശേരി ഗുരുദേവനഗർ 96-ൽ വിമൽ രാജ്, കന്നിമേൽശ്ശേരി ഐശ്വര്യ നഗർ 118 വാറൂക്കാവിന് സമീപം പടനയിൽ കിഴക്കതിൽ വീട്ടിൽ സനൽകുമാർ, കന്നിമേൽശ്ശേരി മരോട്ടിമുട്ടിൽ സുനിൽകുമാർ, മരുത്തടി കാണിച്ചേരിൽ ഷമിൽ രാജ, മരുത്തടി സന്തോഷ് നിവാസിൽ രതീഷ്, മരുത്തടി മരോട്ടിൽമുട്ടിൽ ഷിബിൻ എന്നിവരാണ് പ്രധാന പ്രതികൾ. ഇവരെയും ഇവരെ ഒളിവിൽ കഴിയാൻ സഹായിച്ച പുല്ലൂർ സ്വദേശി സുനിൽകുമാറിനെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മുഴുവൻ പേരെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച അർദ്ധരാത്രിയായിരുന്നു സംഭവം. പുത്തൂർ ഐവർകാല കിഴക്ക് കീച്ചപ്പള്ളിൽ ക്ഷേത്രത്തിന് സമീപം സോപാനം വീട്ടിൽ ജയസേനൻ രജനി ദമ്പതികളുടെ മകൻ 18-കാരനായ ഹരികൃഷ്ണനാണ് ആൾക്കൂട്ടമർദ്ദനത്തിൽ കൊല്ലപ്പെട്ടത്. മരുത്തടി ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായുള്ള തിരുവാഭരണ ഘോഷയാത്രയ്ക്കിടയിലായിരുന്നു സംഭവം. ഹരികൃഷ്ണനും സഹോദരൻ ജയകൃഷ്ണനും മാതൃ സഹോദരിയുടെ മകളായ അമിതയുടെയും കുടുംബത്തിന്റെയും ഒപ്പമാണ് ക്ഷേത്രത്തിലെത്തിയത്. പുറത്തുള്ള വാഹനത്തിൽ നിന്ന് ബാഗ് എടുത്ത് തിരികെ ക്ഷേത്രത്തിലേക്ക് വരുന്നതിനിടെ ഹരികൃഷ്ണനെ പ്രതികളിൽ ചിലർ തടഞ്ഞു നിർത്തി അസഭ്യം പറഞ്ഞു. സംഭവം അറിഞ്ഞെത്തിയ ജയകൃഷ്ണൻ ഇടപെട്ട് പ്രശ്നം രമ്യമായി പരിഹരിച്ച് പിരിഞ്ഞെങ്കിലും വീണ്ടും വിളിച്ചു വരുത്തിയാണ് ആക്രമിച്ചത്. തടയാനെത്തിയ ജയകൃഷ്ണനെയും ഇവരുടെ ബന്ധുവിനെയും സംഘം മർദ്ദിച്ചു. ഹരികൃഷ്ണനെ കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയും നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തു. തുടർന്ന് തടിക്കഷ്ണം കൊണ്ടുവന്ന് തലയിൽ ശക്തമായി അടിച്ചതോടെ ഹരികൃഷ്ണൻ ബോധരഹിതനാവുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.